ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഗുരുവായൂർ പോകുമ്പോൾ അവിടെ കൊമ്പുള്ള തേങ്ങ ആരെയും കണ്ടിട്ടുണ്ടോ? അധിക പേരും കണ്ടിട്ടുണ്ടാവൂലേ? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അറിയോ? ആ കഥ എന്താ നോക്കിയാലോ? അതായത് കോഴിക്കോട് മലപ്പുറത്ത് നിന്ന് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ നാളികേര തോട്ടത്തിൽ നിന്നും ആദ്യം ഉണ്ടാവുന്ന നാളികേരം ഭഗവാന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. നാളികേരൊക്കെ വിളഞ്ഞപ്പോൾ അതും വലിച്ചിട്ട് ചാക്കിലൊക്കെ ആക്കി അങ്ങനെ ഭഗവാന് കൊടുക്കാനായിട്ട് ഗുരുവായൂർക്ക് പോകാമെന്ന് കരുതി. എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഭഗവാൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് പ്രസാദമാവും കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മൾ വിഷുക്കണിയൊക്കെ വെച്ച് എല്ലാം ഭഗവാനെ സമർപ്പിക്കുകയാണല്ലേ. അതൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസാദമായി. നമ്മുടെ ജീവിതത്തിൽ എന്തും ഭഗവാനെ സമർപ്പിക്കൂ, എന്നിട്ട് അത് സ്വീകരിച്ചാൽ മഹാപ്രസാദമായിട്ടോ. അതുപോലെ ഇദ്ദേഹം തനിക്ക് ഉണ്ടായ നാളികേരത്തിൽ നിന്നും ഭഗവാന് സമർപ്പിക്കാനായി കൊണ്ടുപോവുകയാണ്. എന്നാൽ ആ കാലത്തൊക്കെ എന്തും പിടിച്ചു പറിക്കുന്ന കുറച്ച് കൊള്ളക്കാരും കള്ളന്മാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിന് നാളികേരാണെങ്കിലും വാഴക്കൊലയാണെങ്കിലും അങ്ങനെയൊക്കെ പൊക്കി കൊണ്ടുപോകണ കള്ളന്മാരുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നാളികേര ചാക്ക് ഒരു കള്ളൻ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സങ്കടമായി. അയ്യോ, ഇത് ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ്, ഇതെടുക്കല്ലേ, ഇത് മാത്രം എടുക്കരുത്, ഇത് എടുക്കാൻ പാടില്ല, ഇത് ഭഗവാന് വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ്, ഇത് ഭഗവാന് സമർപ്പിക്കണം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പറച്ചിലൊന്നും ആ കള്ളന് തീരെ പിടിക്കണില്ല. ഓ, ഇതെന്താ, ഇത് ഭഗവാന് സമർപ്പിക്കാൻ ഇതിനെന്താ കൊമ്പുണ്ടോ? ഇത് കൊമ്പുള്ള സാധനമാണോ നിങ്ങളെ കയ്യിലിരിക്കണേ? അങ്ങനെ ചോദിച്ചിട്ട് ആ കൊള്ളക്കാരെ പിടിച്ചു വലിച്ചിട്ട് നിലത്തേക്ക് ഇടുകയാണ്. അന്നേരം ഭഗവാന്റെ മായ അവിടെ കാണുകയാണ്. എല്ലാ നാളികേരത്തിനും കൊമ്പ് മുളച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ ആ കള്ളൻ പേടിച്ചോടി. തൻ്റെ ഭഗവാൻ തന്നെ രക്ഷിച്ചത് കണ്ട് ആ കൃഷിക്കാരന് സന്തോഷമായി. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് നമസ്കരിച്ചു. എന്നിട്ട് ആ നാളികേരൊക്കെ ചാക്കിലാക്കിയിട്ട് വീണ്ടും ഭഗവാനെ സമർപ്പിക്കാനായി പോവാണ് ഗുരുവായൂർക്ക്. അങ്ങനെ അത് ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു. എല്ലാ ഭക്തരെയും ഭഗവാൻ രക്ഷിക്കും. ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ടോ. ഭഗവാന് അത്രയ്ക്ക് ഭക്തജനപ്രിയനാണ്. സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർക്ക് പോവാൻ എപ്പോഴും ഉള്ളു തുടിക്കണോ. അതുപോലെ എല്ലാവരും ഒന്ന് പോവൂ, ഭഗവാനൊന്ന് കാണൂ, ഭഗവാനോട് ഒന്ന് അന്വേഷിക്കൂ, സുഖല്ലേ. നമ്മുടെ സങ്കടം മാത്രം പറയാൻ പറ്റുമോ? അവിടത്തേക്ക് സുഖമാണെന്ന് അന്വേഷിക്കണ്ടേ. ഹരേ കൃഷ്ണ. ഇനിയും ഗുരുവായൂർക്ക് പോകുമ്പോൾ എന്തായാലും ആ നാളികേരം ഒന്ന് കാണൂ കേട്ടോ, കൊമ്പുള്ള നാളികേരം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ലീലയാണത്, പ്രത്യക്ഷത്തിൽ നടന്നതാണ് കേട്ടോ. ഭഗവാന് നമ്മളെ രക്ഷിക്കാൻ ഏത് രൂപത്തിലും വരും. സ്നേഹത്തോടെ ഭഗവാന് സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഭക്തിയല്ലേ ഉള്ളൂ, അത് നൽകൂ. ഭഗവാന്റെ അരികിലേക്ക് നമ്മൾ ഒരടി വെച്ചാൽ ഭഗവാൻ 1000 അടി നമ്മളിലേക്ക് വരുമെന്നാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.